ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വില കൂടിയ ക്രീമുകൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതായത് നമുക്കൊരു മിനി ഫേഷ്യൽ എന്നല്ല, ശരിക്കും പാർലറിൽ പോയി വില കൂടിയ ക്രീം കൊടുത്ത് വില കൂടിയ പൈസ കൊടുത്ത് നമ്മൾ ചെയ്യുന്ന അതേ ഫേഷ്യൽ നമ്മളുടെ വീട്ടിൽ വില കൂടിയ പൈസയൊന്നും കൊടുക്കാതെ നല്ല വില കൂടിയ ക്രീമുകൾ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെയും വ്യത്യസ്തമായിട്ടുള്ള ക്രീമുകൾ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഫേഷ്യൽ മുഖത്ത് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, 3 പവർഫുൾ റൈസ് സ്കിൻ കെയർ ഡൈസ് ആണ് കേട്ടോ. റൈസ് ക്രീം, റൈസ് സെറം ആൻഡ് റൈസ് വാട്ടർ. അപ്പോൾ അത് ചെയ്യുമ്പോൾ ബ്രൈറ്റ് ആൻഡ് ഗ്ലോയിങ് സ്കിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അരിയിലും ഇതിലും ഒക്കെ കേട്ടോ. അപ്പോൾ അത് അരിയൊക്കെ കൊണ്ട് തന്നെയാണ്, എന്നാലും എളുപ്പത്തിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരുപാട് നിങ്ങൾക്ക് ഇത് നല്ല ഒരു സ്കിൻ ഗ്ലോയിങ് കിട്ടും കേട്ടോ. അപ്പോൾ ബ്രൈറ്റ് ആയിരിക്കും, എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാം, സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ആദ്യം തന്നെ പറയാം, മുഖം തിളങ്ങാൻ വില കൂടിയ ക്രീമുകൾ നിങ്ങൾ വാങ്ങി മടുത്തോ? മനസ്സിലായില്ലേ? എങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണും. വെറും അരി ഉപയോഗിച്ച് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന റൈസ് വാട്ടറാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതായത് നിങ്ങളൊരു പ്രഷർ കുക്കർ അടുപ്പത്ത് വയ്ക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പ്രഷർ കുക്കറിൽ, ചെറിയ കുക്കറാണെങ്കിൽ നല്ലതാണ്, വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിൽക്കാൻ പാടാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു കുക്കറിൽ കുറച്ച് നിങ്ങൾ ചോറൊക്കെ വയ്ക്കില്ലേ, ചോറ് വയ്ക്കുന്ന നിങ്ങൾ ഏത് കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത് ആ കുക്കറിൽ നിങ്ങൾ വെള്ളം വയ്ക്കുമല്ലോ ആദ്യം തന്നെ. എന്നിട്ട് അരിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അത് വരില്ലേ, ആ വരുന്ന സമയത്ത് ആ കുക്കറിൻ്റെ ആ നോബിൽ കൂടിയിട്ട് ഇങ്ങനെ ആവി വരില്ലേ, ആ ആവി വരുമ്പോൾ നിങ്ങൾ അതൊന്ന് സിമ്മാക്കി വയ്ക്കുക, ആ ഫ്ലെയിം. എന്നിട്ട് നിങ്ങൾ മുഖം മൊത്തം ആ കുക്കറിൻ്റെ ആ ഫ്ലെയിം ഇതിൽ വരുന്നില്ലേ, ഇതിൽ കൂടി വരുന്നില്ലേ ആവി, ആ നട്ടിൽ കൂടി ആവി വരുന്നതിൽ നിങ്ങൾ മുഖം മുഴുവൻ കാണിക്കുക. നിങ്ങൾക്ക് ഇത് റൈസ് ക്രീമൊന്നും ഉണ്ടാക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. നിങ്ങൾ മൊത്തം ഈ മുഖം ഇങ്ങനെ ചെറുതായിട്ട്, നല്ല പ്രഷറിൽ വെക്കരുത്, സിമ്മാക്കിയിട്ട് ലോ പ്രഷറിൽ ഇങ്ങനെ വരുമല്ലോ, നോബിൽ കൂടി ആവി വരുമല്ലോ, അതിലിങ്ങനെ മുഖം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ആ അരിയുടെ വെള്ളം തിളയ്ക്കുന്ന ആ റൈസ് വാട്ടർ തന്നെ നിങ്ങളുടെ മുഖത്ത് മുഴുവൻ ഗ്ലോയിങ് തരും കേട്ടോ. ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് റൈസ് ക്രീമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും റൈസ് ക്രീം ഉണ്ടാകും. എന്നിട്ട് ചിലവരുണ്ടാക്കുമായിരിക്കും, ചിലവർക്ക് കൂടുതലും മടുപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് എളുപ്പമാണ്, നിങ്ങൾക്ക് ഭയങ്കര സക്സസ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്നും ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് ചെയ്യുക. ഞാൻ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ക്രീം ഉണ്ടാക്കിയെടുക്കുമല്ലോ, അതിന് പകരം ഈ റൈസ് വാട്ടർ നിങ്ങൾ മുഖത്ത് മുഴുവൻ ഒരു 5 മിനിറ്റ് ആവി പിടിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, അലോവേറ ജെല്ല് നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. അപ്പോൾ ഉള്ളത് ഉപയോഗിക്കുക. അല്ലാത്തവർ, ഒറിജിനലായിട്ടുള്ളവർ വേണമെന്നുള്ളവർ ഞാൻ കൊടുക്കുന്നുണ്ട്, ഓൺലൈനിൽ കൂടി അയച്ചു തരാം. 50 രൂപയേ ഉള്ളൂ, ചെറിയ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ആ അലോവേറ ജെല്ല് ഏതാണോ അത് നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക. അതായത് ഈ റൈസ് വാട്ടർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അത് ഒന്നും കളയണ്ട. അതോടുകൂടി തന്നെ നിങ്ങൾ അലോവേറ ജെല്ല് ഒരു കയ്യിലെടുത്തിട്ട് 2 കയ്യിലും ആക്കിയിട്ട് മുഖത്ത് മുഴുവൻ ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും മസാജ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ മസാജ് ചെയ്യുക, ഇങ്ങനെ ആക്കി 2 കയ്യിലും ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് മുഖത്ത് മുഴുവൻ വയ്ക്കുക. കണ്ണിൻ്റെ മുകളിലൊക്കെ, കണ്ണിൻ്റെ ഉള്ളിൽ പോവാതെ കണ്ണിൻ്റെ അടിയിലെ ഡാർക്ക് സർക്കിൾസിലൊക്കെ പോകും കേട്ടോ. അപ്പോൾ നല്ലോണം മസാജ് ചെയ്ത്, അല്ലെങ്കിൽ മസാജ് ചെയ്യാൻ അറിയാത്തവർ മുകളിലോട്ടാക്കി അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വയ്ക്കുക കേട്ടോ. അരമണിക്കൂർ വേണമെങ്കിൽ വയ്ക്കുക. സമയമില്ലാത്തവർ 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ കുളിക്കുകയാണെങ്കിൽ മുഖം കഴുകിക്കളയുക കേട്ടോ. മനസ്സിലായില്ലേ? മുഖം നല്ലോണം കഴുകിക്കളയുക. ഇത് മാത്രം ചെയ്താൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോയിങ് സ്കിൻ കിട്ടും. നിങ്ങൾക്ക് പാർലറിൽ പോയി ഒരുപാട് കാശ് കൊടുത്തൊന്നും നിങ്ങൾക്ക് ഗോൾഡൻ അങ്ങനത്തെ ഫേഷ്യലുകളൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല. പൈസ ഉള്ളവർ ചെയ്തോട്ടെ കേട്ടോ. എന്നാലും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. വളരെ സക്സസ് ആണ്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഒരുപാട് പേര് ചോദിച്ചതാണ്, പാർലറിൽ പോയൊക്കെ ഫേഷ്യൽ ചെയ്യാനായിട്ട്. ഒത്തിരി 40 വയസ്സിൽ കൂടുതലുള്ളവരാണ്
കുറേ പേര് ചോദിച്ചത്. ഇത് ഏത് തരക്കാർക്കും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ക്രീമൊക്കെ ഉണ്ടാക്കി കാണുന്നില്ലേ, റൈസ് ക്രീമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും അരി തിളയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ചട്ടിയിലായാലും നിങ്ങൾ സിമ്മിലാക്കിയിട്ട് മുഖം ഒന്ന് കാണിക്കുക. പക്ഷെ അത് വന്നിട്ട് നമ്മളുടെ മുഖത്തിലത്തെ ഇതൊക്കെ അരിയിൽ വീഴില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രഷർ കുക്കറിൻ്റെ ആ നോബിൽ കൂടി വരുന്ന ആ ഒരു സ്റ്റീമിൽ കൂടി വെക്കാൻ പറയുന്നത്. അത് നമ്മളുടെ ഇതൊന്നും അകത്ത് പോവില്ല. പക്ഷെ നല്ല റൈസ് വാട്ടർ അതിൽ കിട്ടും കേട്ടോ. ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങളുടെ വേറെ ക്രീമൊന്നും ഇട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ അലോവേറ ജെല്ല് തന്നെ മസാജ് ചെയ്യുകയോ വെറുതെ കഴുകിക്കളയുകയോ ചെയ്യുക. നല്ലൊരു എഫക്റ്റ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. 2 ടേബിൾ സ്പൂൺ അരി നന്നായി കഴുകി 1 ഗ്ലാസ് വെള്ളത്തിൽ 30 മിനിറ്റ് മുക്കി വയ്ക്കുക. ശേഷം വെള്ളത്തിൽ അരിച്ചെടുത്താൽ റൈസ് വാട്ടർ റെഡി. മനസ്സിലായില്ലേ? എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതും പറഞ്ഞു തരാം. അങ്ങനെ ഇതൊക്കെ ചെയ്യുന്നതിന് പകരമാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്നാലും ഒന്ന് പറഞ്ഞു തരാം. മുഖം കഴുകിയതിന് ശേഷം ഒരു കോട്ടൺ പാഡ് ഉപയോഗിച്ച് റൈസ് വാട്ടർ മുഖത്ത് പുരട്ടുക. 10-20 മിനിറ്റ് കഴിഞ്ഞ് സാധാരണ വെള്ളത്തിൽ കഴുകാം. ചിലർക്ക് ടോണർ പോലെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതിനൊക്കെ ഉപരിയായിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒരുപാട് പേർക്ക് ഇത് അയച്ചു കൊടുക്കുക. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ഇത് എന്താണ്, ഫേഷ്യൽ പോയി അതായത് പാർലറിൽ പോയി പൈസ കൊടുത്ത് നമുക്ക് ഫേഷ്യൽ ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർ ചെയ്തിട്ട് എനിക്ക് കമൻ്റ് ഇടുക കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ഇടുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ഓക്കെ, ബൈ, ടാറ്റ.